രാവിലെ തന്നെ കാറൽ മാക്സിന് നമ്മൾ റബ്ബർ ബാൻഡും കൈ കൊടുത്ത് സോഫയിൽ ഇരുത്തിയേക്കാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചേക്കണ ഐഡിയ ആണ്. ഇത് കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ഒരറ്റത്തെ വിടുമ്പോൾ അപ്പുറത്തെ കൈ വേദന എടുക്കുന്നു എന്നുള്ളൊരു ഗവേഷണത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലാവും, പിന്നെ ഇത് നിർത്തും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അടുത്ത ഐഡിയയുമായിട്ട് വരും. അങ്ങനെയാണ് സാധാരണ ഇവിടെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ കാറൽ മാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വസ്ഥമായിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അബിക്കുട്ടിയും വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊക്കെ സന്തോഷത്തിലിരിക്കുകയാണെന്നാണെങ്കിൽ മാക്സിമം ഒച്ചത്തിൽ ഒറ്റ കാറിലാണ്. പിന്നെ കരച്ചിലായി ബഹളമായി നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് കിടന്ന് സമാധാനിപ്പിച്ച് എന്തിനാണ് കരയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാറൽ മാക്സ് എന്നുള്ളൊരു പേരിട്ടേക്കണേ. നാച്ചു രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. വെറുതെ ഇരുന്ന് ചിരിക്കുക, കിളി പോയ അവസ്ഥയിലാണ്. അങ്ങോട്ട് തലകുത്തി പറയുക, ഇങ്ങോട്ട് തലകുത്തി പറയുക, ഒരു രക്ഷയിലാണ്ട് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു, എന്താ നീ രാവിലെ തന്നെ കഴിച്ചാൽ നമ്മളോടുകൂടി പറ. അപ്പോഴാണ് നാച്ചൂട്ടനെ സത്യം വെളിപ്പെടുത്തിയത്. ഡാഡാ ഫുഡ് കഴിച്ചതിന് ശേഷം ഗ്രാൻഡ്മ ചുമയുടെ മരുന്ന് തന്ന്, അതിൻ്റെ പിന്നാലെ ഒരു സ്പൂൺ പഞ്ചസാരയും തന്ന്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2 4 കാണുന്നത് ഡാഡാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഞാൻ വേഗം പോയിട്ട് ഒരു 10 ml വെച്ച് 2 അടിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കഴിച്ചു. ചെക്കൻ പറഞ്ഞാൽ ശരിയാട്ടാ, ചെറിയൊരു കിളിപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവനെ നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. മറിയാമ്മ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞ സംഭവമാണ് ഡാഡ ചുമയുടെ മരുന്ന് എടുത്ത് കഴിച്ച്. പിന്നെ അവിടെ കിടന്ന് ബഹളമായി, അംഗമായി, ഒരു രക്ഷയില്ല. അബിക്കുട്ടീനെ കരാട്ട ഓടിപ്പിക്കലാണ് നാച്ചൂട്ടൻ്റെ സ്ഥിരം പരിപാടി. ഇനി രണ്ടുപേരുടെ ഇടി കൊള്ളേണ്ട വരുമോ എന്തോ. അങ്ങനെ 1 2 പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നാച്ചൂട്ടൻ നേരെ പോയിട്ട് അടുത്ത ഗെയിം സെറ്റാക്കി. ഇനി ഇവിടെ ഷൂട്ടിംഗ് ആണ്. റൈഫിൾ ക്ലബ്ബ് മോഡ് ഓൺ. ആദ്യം തന്നെ മറിയാമ്മയുടെ ടേണായിരുന്നു. എങ്ങനെയൊക്കെയോ ഉന്നം തെറ്റിയിട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടേക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇവിടെ ഒരു അഹങ്കാരത്തിൻ്റെ നടന മോഡലായിരുന്നു. എങ്ങനെയൊക്കെയോ അബദ്ധവശാൽ കൊണ്ടതാണ്. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത് കോച്ചിൻ്റെ ഒരു സ്ഥാനം മറിയാമ്മ ഏറ്റെടുത്തതാണ്. അബിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വരുവാണ്. എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. നാച്ചൂട്ടൻ്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഒരു കണ്ണ് അടച്ചു പിടിക്കാൻ പറഞ്ഞിട്ട് മറിയാമ്മ ചോദിച്ചു, എന്താണ് അവിടെ കാണുന്നത്? എടുത്ത വഴിക്ക് നാച്ചു പറഞ്ഞു, ചുമരാണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ കിടന്നത് ഒരു അംഗമായിരുന്നു. അതിൻ്റെ പോയിന്റിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും അതിൻ്റെ അടുത്ത് പോലും ചെന്നെത്തുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയത്, മറിയാമ്മയുടെ റെക്കോർഡ് നിലനിർത്താൻ വേണ്ടി മറിയാമ്മ മനഃപൂർവ്വം നമ്മളെ ബലിയാടുകളാക്കുകയാണോ? പിന്നത്തെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തോളൂ, ആരുടെയും സഹായം ആവശ്യമില്ല. അത്ഭുതം എന്ന് പറയട്ടെ, കറക്റ്റായിട്ട് അതുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സംശയിച്ചതെല്ലാം സത്യമാണ് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്.